അസ്സലാമു അലൈക്കും. പരിശുദ്ധമാകപ്പെട്ട മുത്തുനബി ആ മദീനയിലെ വീട്ടിൽ പനിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അസ്രായേൽ വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുക, നബിയെ, അങ്ങയുടെ റൂഹ് ഞാൻ പിടിക്കട്ടെ എന്ന്. അപ്പോൾ മുത്തുനബി അവിടുന്ന് സമ്മതം മൂളുമ്പോൾ അസ്രായേൽ ആ റൂഹ് പിടിക്കുന്ന സമയത്ത്, പരിശുദ്ധമാക്കപ്പെട്ട മുത്തുനബിയുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് അവിടുന്ന് മുത്തുനബി വേദന കൊണ്ട് അസ്രായേലിനോട് പറയുക, ഇസ്രായേലെ, എൻ്റെ റൂഹ് നീ പിടിക്കുന്ന പോലെ എൻ്റെ ഉമ്മത്തിൻ്റെ റൂഹ് നീ പിടിക്കല്ലേ എന്ന്. അപ്പോൾ അസ്രായേൽ പറയുക, നബിയെ, അങ്ങയുടെ റൂഹ് ഞാൻ പിടിക്കുന്നത് വെണ്ണയിൽ നൂലിട്ടിട്ട് എങ്ങനെ വലിക്കുമ്പോൾ എത്ര എളുപ്പത്തിൽ വരുമോ അതുപോലെയാണ് നബിയെ അങ്ങയുടെ റൂഹ് ഞാൻ പിടിക്കുന്നത്. എന്നാൽ അങ്ങയുടെ ഉമ്മത്തിൻ്റെ റൂഹ് ഞാൻ പിടിക്കുന്നത് ഒരു ചൂണ്ടക്കൊളുത്ത് പഞ്ഞിയിലിട്ടിട്ട് ആ ചൂണ്ടക്കൊളുത്ത് വലിക്കുമ്പോൾ ആ പഞ്ഞി എങ്ങനെയാണോ വലിഞ്ഞു വരുന്നത് അതുപോലെയാണ് നബിയെ അങ്ങയുടെ ഉമ്മത്തിൻ്റെ റൂഹ് ഞാൻ പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ മരണസമയത്തും ആ മുത്തുനബി ഓർത്തത് അവിടുത്തെ ഉമ്മത്തിനെ കുറിച്ചാണ്, അതായത് നമ്മളെ കുറിച്ചാണ്. അപ്പോൾ ആ മുത്തുനബിയെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. ദുആ വസിയത്തോടെ. അസ്സലാം.